ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ചില നാട്ടിൽ ഇതിന് കോയും പിടിയും എന്ന് പറയും, ചില നാട്ടിൽ നമ്മളെ കണ്ണൂരൊക്കെ ഇതിന് കുഞ്ഞൊറോട്ടി കക്കുറോട്ടി എന്നൊക്കെ പറയും. അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പേരാണ് ഇതിന്. കാണാൻ നല്ല രസമുള്ള പോലെ തന്നെ കഴിക്കാനും അതിമനോഹരമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പുഴുങ്ങലരി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വലിയ ജീരകം, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ദോശയൊക്കെ അരക്കുന്ന മാതിരി അത്രയും ലൂസായിട്ടല്ല, കുറച്ച് തിങ്ങിലായിട്ടാണ് ഒറോട്ടിയും ഇതൊക്കെ ഉണ്ടാക്കല്. എന്നിട്ട് അതിലേക്ക് ഇതൊക്കെ ഉണ്ടാവും ഒറോട്ടിപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കാന്ന് ചെയ്യൽ. കുറച്ച് ആദ്യം മിക്സിൻ്റെ ജാറിൽ നല്ല തിങ്ങായിട്ട് അടിച്ചതിന് ശേഷം അതിലേക്ക് ഒറോട്ടിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ കുഴച്ചെടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ അപ്പച്ചമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ കൈയിൻ്റെ കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഇതേപോലെ നടുക്കൊരു കുത്തും കൂടി കൊടുക്കുക. എന്നിട്ട് കണ്ട ഇതേ പരുവത്തിലാക്കിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് അടിച്ചു വെച്ച് ഇതൊന്ന് ആവിക്കാൻ വെക്കാം. അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കാൻ നോക്കുക. എന്നാൽ രണ്ടും നമുക്ക് മിക്സാക്കി എടുക്കേണ്ടതാണ്. അതിന് വേണ്ടി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ പറഞ്ഞിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 2 സവാള, 2 തക്കാളി, ഒരു 3-4 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ടേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിക്സായിപ്പോയി. അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതും ഇനി വന്ന് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ കുഞ്ഞറോട്ടി കണ്ടാൽ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതെന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ മോളെ അടിപൊളി ടേസ്റ്റാണ്. പണ്ടൊക്കെ പറയുന്ന കേൾക്കാം, ഉമ്മമാരൊക്കെ പറയുന്ന കേൾക്കാം, പണ്ടൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ പെണ്ണുങ്ങന്മാരെല്ലാം ഇങ്ങനെ കൂടി നിന്നിട്ട് അവർ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക. ഇപ്പാണല്ലോ ബിരിയാണിയും പൊറോട്ടയൊക്കെ വന്നത്, പണ്ട് ഇതൊക്കെയാണല്ലോ. അപ്പോൾ കുറച്ച് ഞാൻ ഇതിലേക്ക് 1/2 kg കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ആകുന്ന വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് മക്കളെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ നന്നായിട്ട് എന്താ പറയുക കുറുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം നമ്മളെ കുഞ്ഞുറോട്ടിക്ക് അതിൻ്റെ മസാലയ്ക്ക് പിടിച്ച് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഇനി എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കാൻ നോക്കുക. ഉണ്ടാക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ലവ് യു, ബൈ.